ഹലോ ഫ്രണ്ട്സ്, റോയൽ എൻഫീൽഡിൻ്റെ പുതിയ വണ്ടിയായിട്ടുള്ള ഹിമാലയൻ 450യുടെ ഓയിൽ ആൻഡ് ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഹിമാലയൻ 450 വണ്ടിയുടെ ഓയിൽ ചേഞ്ചിൻ്റെ യൂട്യൂബിലെ തന്നെ ആദ്യത്തെ വീഡിയോ ആണിത്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യമേ തന്നെ വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം ഇഗ്നിഷൻ ഓണാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം 2 മുതൽ 3 മിനിറ്റ് വരെ വണ്ടി അങ്ങനെ തന്നെ ഐഡിലിംഗ് കണ്ടീഷനിൽ തന്നെ നിർത്തുക. അതിനുശേഷം എഞ്ചിൻ ഓഫാക്കിയതിനു ശേഷം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ എഞ്ചിൻ ഓയിൽ മൊത്തമായി സമ്പിലേക്ക് അടിയുന്നതിന് ടൈം കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് സം ഗാർഡ് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് സം ഗാർഡ് മൗണ്ടിങ് ബോൾട്ടായ 5mm അലങ്കി ബോൾട്ട് 2 എണ്ണം ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആ 2 അലങ്കി ബോൾട്ടുകളും ഊരിയെടുത്തു കഴിഞ്ഞാൽ സം ഗാർഡ് ഈ കാണിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഓയിൽ ഡ്രെയിൻ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്നത് പോലെ ഒരു ട്രേ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഹിമാലയൻ 450 വണ്ടികളുടെ ഓയിൽ ഡ്രെയിൻ ബോൾട്ട് 17mm 2 എണ്ണമാണ് വരുന്നത്. അത് ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ബോൾട്ട് റിമൂവ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്കതിൽ ഒരു ഓറിങ് കാണാൻ സാധിക്കും. ആ ബോൾട്ടിൻ്റെ ഭാഗത്ത് നിന്നുള്ള ലീക്കേജ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓറിങ് നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു നോസ് പ്ലെയർ യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ ഓയിൽ സ്റ്റെയിനർ റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. സ്റ്റെയിനർ രണ്ടും റിമൂവ് ചെയ്തതിന് ശേഷം ഓയിൽ മൊത്തമായിട്ട് ഡ്രെയിനായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ടൈം വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ സ്റ്റെയിനർ ഊരിയെടുത്തതിന് ശേഷം സ്റ്റെയിനറിനോ സ്റ്റെയിനറിലെ ഓറിങ്ങിനോ മറ്റ് ഡാമേജുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് തിരിച്ചിടാവുന്നതാണ്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നോസ് പ്ലെയർ കൊണ്ട് പ്രസ് ചെയ്ത് സ്റ്റെയിനർ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ റിമൂവ് ചെയ്തെടുത്ത 17ന്റെ ഡ്രെയിൻ ബോൾട്ടിൽ പുതിയ ഓറിങ് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഡ്രെയിൻ ബോൾട്ട് തിരിച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ്. പുതിയതായിട്ട് ഇടുന്ന ഓറിങ്ങിൽ കട്ടോ മറ്റ് ചതവുകളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രെയിൻ ബോൾട്ട് ഇതുപോലെ അടയ്ക്കുന്ന സമയത്ത് അതിലുള്ള ഓറിങ്ങിന് മറ്റ് ഡാമേജ് ഒന്നും സംഭവിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിന്ന് ഓയിൽ ലീക്കേജ് ഉണ്ടാകുന്നതാണ്. ഡ്രെയിൻ ബോൾട്ട് കൈകൊണ്ട് മൊത്തമായിട്ടൊന്ന് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം 17mm ബോക്സ് സോക്കറ്റ് കൊണ്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ടോർക്ക് റേഞ്ചിൽ 13 Nm എന്ന അളവ് സെറ്റ് ചെയ്തുകൊണ്ട് 2 ബോൾട്ടുകളും ഈ കാണിക്കുന്നത് പോലെ ടോർക്ക് അടിച്ച് സെറ്റ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് 14mm അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഫിൽറ്റർ ക്യാപ്പ് ഊരിയെടുക്കുമ്പോൾ തന്നെ ലീക്കേജ് തടയുന്നതിന് വേണ്ടിയിട്ട് അതിൽ നമുക്കൊരു ഓറിങ് കാണാൻ സാധിക്കുന്നതാണ്. അത് ഇതേപോലെ റിമൂവ് ചെയ്ത് മാറ്റേണ്ടതാണ്. അത് കഴിഞ്ഞ് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ പഴയ ഓയിൽ ഫിൽറ്റർ ഊരി മാറ്റിയതിന് ശേഷം പുതിയ ഓയിൽ ഫിൽറ്റർ അവിടെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഓയിൽ ക്യാപ്പ് എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ പുതിയ ഓറിങ് ഫിക്സ് ചെയ്തിട്ട് നമുക്കത് തിരിച്ച് വെക്കാവുന്നതാണ്. ഓയിൽ ഫിൽറ്റർ ക്യാപ്പ് ഇതേപോലെ മൊത്തമായി ഹാൻഡ് ടൈറ്റ് ചെയ്തതിന് ശേഷം 14mm അലങ്കി ബിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ടോർക്ക് റേഞ്ചിൽ 22 Nm സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓയിൽ ഫില്ലിംഗ് ക്യാപ്പ് ഇതേപോലെ റിമൂവ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഓയിൽ ഫില്ലിംഗ് ക്യാപ്പിലും ഇതുപോലൊരു ഓറിങ് ഉണ്ടാവും. അത് റിമൂവ് ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഓയിൽ റീഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2.2 ലിറ്ററാണ് ഹിമാലയൻ 450 വണ്ടികളുടെ റീഫില്ലിംഗ് കപ്പാസിറ്റി വരുന്നത്. ഓയിലിൻ്റെ ഗ്രേഡ് വരുന്നത് സെമി സിന്തറ്റിക് ELF മോട്ടോ 4 റോഡ് സ്റ്റാർ 10W40 ആണ്. ഈ ഒരു ഓയിൽ ഗ്രേഡ് തന്നെ ഹിമാലയൻ 450 വണ്ടികൾക്ക് യൂസ് ചെയ്യേണ്ടതാണ്. ഓയിൽ ആൻഡ് ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ട ടൈം വരുന്നത് ആദ്യത്തെ 500 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 മാസത്തിൽ, അത് കഴിഞ്ഞ് ഓരോ 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 12 മാസത്തിലുമാണ്. കിലോമീറ്റർ ആൻഡ് മാസം ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അപ്പോൾ തന്നെ ഓയിൽ ആൻഡ് ഫിൽറ്റർ റീപ്ലേസ് ചെയ്ത് പോകേണ്ടതാണ്. ഓയിൽ ഫില്ലിംഗ് ക്യാപ്പിൽ ഇതേപോലെ പുതിയ ഓറിങ് ഇട്ടതിന് ശേഷം ഈ കാണിക്കുന്നത് പോലെ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു നോസ് പ്ലെയർ യൂസ് ചെയ്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഓയിൽ ലെവൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 2 മുതൽ 3 മിനിറ്റ് വരെ ഐഡിലിംഗിൽ ഇടേണ്ടതാണ്. അത് കഴിഞ്ഞ് എഞ്ചിൻ ഓഫാക്കിയതിന് ശേഷം എഞ്ചിൻ ഓയിൽ സമ്പിലേക്ക് മൊത്തമായി സെറ്റ് ആകുന്നതിന് 2 മുതൽ 3 മിനിറ്റ് വരെ ടൈം പിന്നും കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഓയിൽ ലെവൽ ഇൻസ്പെക്ഷൻ ക്ലാസ്സിൽ കൂടി ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്നത് പോലെ മാക്സിമം ലെവലിൻ്റെ ആ ഒരു ഡോട്ടിൻ്റെ അളവിൽ വേണം ഓയിൽ ലെവൽ വന്ന് നിൽക്കേണ്ടത്. എഞ്ചിൻ ഓയിൽ ലെവൽ കൂടുവാനോ കുറയുവാനോ പാടില്ല. എപ്പോഴും ഈ ഒരു ലെവലിലായിരിക്കണം എഞ്ചിൻ ഓയിൽ ലെവൽ ഉണ്ടായിരിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ആദ്യമേ ഊരിയെടുത്ത എഞ്ചിൻ സം ഗാർഡ് നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എഞ്ചിൻ സം ഗാർഡിൻ്റെ 2 ബോൾട്ടും 3 Nm എന്ന അളവിലാണ് ടൈറ്റ്
ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലുള്ള വീഡിയോസുകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ എപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.